എനിക്ക് പാഴച്ചയില്ലെന്ന് ഞാൻ പറയില്ല, കുറവില്ലെന്ന് ഞാൻ പറയില്ല. എനിക്ക് കുറവ് തീർച്ചയായിട്ടും ഞാൻ മനുഷ്യനാണല്ലോ. പക്ഷെ ഓവറാൾ ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഫേസ്ബുക്കിലെ പോസ്റ്റുകളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്നത് പാർട്ടിയുടെ സംഘടനാ രീതികളും പാർട്ടിയുടെ രാഷ്ട്രീയവുമാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഏതെങ്കിലും ആളുകൾ രാഷ്ട്രീയ പക്വതയില്ലാത്തവരോ അല്ലെങ്കിൽ പക്വതയില്ലാത്തവരെ പാട്ടിലാക്കിയ ശക്തികേന്ദ്രങ്ങൾ, അപ്പോൾ കേരളത്തിലെ BJPക്കകത്ത് മറ്റു ചില പാർട്ടികളിൽ പെയ്ഡായ ആൾക്കാരുണ്ട്. CPI വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി രാവകൽ ഓവർ ടൈം പണിയെടുക്കുന്ന പെയ്ഡ് ഏജൻസ് ഉണ്ട്. അവർ തൊടുത്തുവിടുന്ന ഇത്തരം പ്രാകൃതമായിട്ടുള്ള വാദങ്ങളൊന്നും CPI നയങ്ങളല്ല, അതൊരു കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ വികാരങ്ങളുമല്ല. അതിനകത്ത് ദുർബലരായി ഏതെങ്കിലും സഖാക്കൾ പെട്ടുപോയാൽ രാഷ്ട്രീയമായിട്ടുള്ള ആളെക്കുറവിൻ്റെ കാര്യമാണത്. അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പരാജയം സംഭവിച്ചു പറഞ്ഞാൽ തന്നെ നേതാവിന് മാറ്റുമെന്ന് രാഷ്ട്രീയ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നില്ല. നേതാവ് അപ്രമാദിയാണെന്നോ നേതാവ് അനിവാര്യമാണെന്നോ വാദം എനിക്കില്ല. ഏത് നേതാവും അപ്രമാദിയല്ല, ഒരു നേതാവ് അനിവാര്യമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുള്ള ഘടകങ്ങളുടെ മുമ്പിൽ പാർട്ടിയെ നയിക്കാൻ എൻ്റെ ബോധ്യം, എൻ്റെ ഇത്രയും വർഷങ്ങളിലെ പ്രവർത്തന അനുഭവം ഞാൻ പറയുന്നത്, എൻ്റെ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യങ്ങളുടെ മൂല്യങ്ങളെ ചോർത്തിക്കളയാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട് തന്നെ പാർട്ടി വഹിക്കേണ്ട പങ്ക് വഹിക്കുക എന്ന സമയത്തിൽ പാർട്ടിയെ ഐക്യത്തോടുകൂടി നയിക്കാനും ഇടപെടുവിക്കാനും ശ്രമിച്ച സെക്രട്ടറിയാണ് ഞാൻ. ആ സെക്രട്ടറിയെ പറ്റി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതിപ്പുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറത്ത് എനിക്ക് പാഴച്ചയില്ലെന്ന് ഞാൻ പറയില്ല, കുറവില്ലെന്ന് ഞാൻ പറയില്ല. എനിക്ക് കുറവ് തീർച്ചയായിട്ടും ഞാൻ മനുഷ്യനാണല്ലോ. പക്ഷെ ഓവറാൾ ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല. ഉറപ്പായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോടും CPI അണികളോടും പറയുന്ന വാചകമാണ്. തീർച്ചയായിട്ടും ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല. ഏതെങ്കിലും പദവിയിൽ ഞാനിങ്ങനെ കടിച്ചു പിടിക്കാൻ നിൽക്കുന്നുവെന്നുമല്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിവിടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്വം സ്വന്തം താല്പര്യപ്രകാരം ആരും എന്നോട് മാറിപ്പോകാൻ പറഞ്ഞിട്ടല്ല. എല്ലാവരും പറഞ്ഞത് തുടരണമെന്നാണ്. അതെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ഇവിടുത്തെക്കാൾ ചെയ്യാനുള്ളത് കേരളത്തിലാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വന്നവനാണ് ഞാൻ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്.